ഹലോ, വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. അപ്പോൾ ഇന്നും ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ക്ലൈമാക്സിൽ സംഭവിക്കുന്നുണ്ട്. അതുവരെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ റെസിപ്പി ചെയ്യാൻ പറ്റി. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അതിൻ്റെ ഷേപ്പ് മാത്രം കിട്ടിയില്ല, ആകെ ഫ്ലോപ്പായിപ്പോയി. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉള്ളത് കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് ഷേപ്പ് അതേപോലെ കിട്ടിയില്ലെങ്കിലും ഇത് ഫോളോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐറ്റം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. മാംഗോ മൂസ് കേക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതൊരു ബോട്ടിലിൻ്റെ ഷേപ്പിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഷേപ്പ് മാത്രം എനിക്ക് കിട്ടിയില്ല. അത് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് പൊട്ടിപ്പോയി. എന്നാലും സാരമില്ല, നിങ്ങൾക്കാണ് ഷേപ്പ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ലെയറായിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. ഇവിടെ ഞാനൊരു 10 ഗ്രാമിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ 10 ഗ്രാമിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. ഒരു 5 ഗ്രാമൊക്കെ, ഏകദേശം ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാവും. കാരണം ചെറിയൊരു ബോട്ടിലുള്ളതാണ് ഞാൻ ചെയ്യാൻ പോണത്. ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ നമുക്ക് സാധനം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ ഈ എടുത്ത മെഷർമെൻറ്റും എക്സ്ട്രാ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള ഫ്രൂട്ടി ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുത് ഞാൻ എടുത്തില്ല, കാരണം വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട്. അഥവാ ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. എല്ലാം കൂടി ഒപ്പം ഇട്ട് കഴിഞ്ഞ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അതാണ് ഇങ്ങനെ 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം 3 ബാച്ചും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലൊരു 3 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് മൈദ, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു സ്പാച്ചുല വിസ്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇളക്കിയെടുക്കണം. ഫോൾഡിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ പൊങ്ങി വന്നിട്ടുള്ള മുട്ട അത് താന്ന് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ വേണം ഇത് ചെയ്തെടുക്കാനും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഈ ലൈൻ ചെയ്ത് ടിന്നിലോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇത് എല്ലാ സൈഡ്സിലൊന്ന് ഈവനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഇതിലുള്ള എയർ ബബിൾസൊക്കെ റിലീസ് ആവുന്നത് വരെ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർക്കാനായി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് എടുത്ത് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കുതിർത്ത ചൈന ഗ്രാസ് ഒരു പാനിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് മെൽട്ടാക്കി എടുക്കുക.
ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫ്രൂട്ടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചെറിയ ബോട്ടിലത്തെ ഫുള്ള് ഫ്രൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മെൽട്ടാക്കി എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ജെല്ലി ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു അലുമിനിയം ഷീറ്റ് ലൈൻ ചെയ്തിട്ട് അതിലോട്ട് ഈ ഫ്രൂട്ടിൻ്റെ ഈ ജെല്ലി മിക്സ്ചർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഞാൻ ഈ ഫ്രൂട്ടി മിക്സ്ചർ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കുകയാണ്, ചൈന ഗ്രാസിൻ്റെ പീസസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മൂസ് ലെയർ തയ്യാറാക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിതിലോട്ട് മാംഗോൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഇവിടെ ഒരു അരക്കപ്പോളം മാംഗോൻ്റെ പൾപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏത് മാംഗോ ആണെങ്കിലും നമുക്ക് ഇതിൽ എടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മൾ. എന്നിട്ട് വേണം ഇതിലോട്ട് യൂസ് ചെയ്യാൻ. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയെടുക്കുകയാണ്. നമ്മൾ ഇതിൽ ലെയർ ചെയ്യുമ്പോൾ എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ലെയറും കൂടി വേണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ മെലോൻ്റെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കുറച്ച് ചെറിയൊരു പീസ് മാത്രം മതി. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് കളർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ബോട്ടിൽ ഒന്ന് ലേബിലൊക്കെ ഒന്ന് മാറ്റി സെയിം ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബോട്ടിൽ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിക്ക് കളർ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ യെല്ലോ കളറും ഓറഞ്ച് കളറുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കൊരു ഒരു ഫ്രൂട്ടിൻ്റെ കളറ് വരിക. കുറച്ച് റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ടി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു കളറ് വരുന്നത് വരെ നമ്മളിത് കുറച്ചായിട്ട് ചേർത്ത് നോക്കണം, ആ കളറ് സെയിം കളർ കിട്ടുന്നുണ്ടോയെന്ന്. ഇപ്പോൾ എനിക്ക് ഏകദേശം ആ ഒരു ഫ്രൂട്ടിൻ്റെ കളർ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ബോട്ടിലിന് ചുറ്റും ആക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഈ ചോക്ലേറ്റ് ബോട്ടിലിൻ്റെ ചുറ്റും ഇതേപോലെ ചെയ്തെടുക്കുക. എക്സസ് ആയിട്ടുള്ളത് ഇതേപോലെ റിലീസ് ചെയ്യണം. ഇപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് പോർഷൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സെറ്റാക്കി എടുക്കണം.
അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ജെല്ലി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ആ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു സൈസിലൊരു നോസിൽ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കി കട്ടറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂട് പോയിട്ടുള്ള കേക്കാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊങ്ങി വരേണ്ടൊന്നും ആവശ്യമില്ല, ഫ്ലാറ്റ് ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല, സോഫ്റ്റാണ്, ഫ്ലാറ്റായിട്ട് എന്നാൽ നല്ല സ്പോഞ്ചിയാണ്. നന്നായിട്ട് പൊങ്ങി നല്ല ഹൈറ്റൊന്നുമില്ല, ഹൈറ്റൊന്നും നമുക്ക് അത്രയ്ക്ക് വേണ്ട, കാരണം നമുക്ക് ആ ബോട്ടിലോട്ട് നമ്മളുടെ കേക്ക് ഇറങ്ങി നിൽക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ താഴെ കുറച്ച് മാംഗോ മൂസ് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഒരു വാനില കേക്ക് പീസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും മാംഗോ മൂസിൻ്റെ ലെയർ പൈപ്പ് ചെയ്യണം. എന്നിട്ട് ഒരു ജെല്ലിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും മാംഗോ മൂസിൻ്റെ ലെയർ ചെയ്യുക. എന്നിട്ട് കേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ മറ്റതും ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ 1 hour സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഞാനിവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തതും കൊണ്ടാണ് ഇതിൻ്റെ ഷെല്ല് പൊട്ടിപ്പോയത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നിട്ടുണ്ട്. ഞാൻ ഒരു ലെയർ ചോക്ലേറ്റ് ലെയർ കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ലെയർ കൂടി ഞാൻ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ട് അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് ലെയർ ചെയ്തത്. എന്നിട്ട് ഇതേപോലെ സൂക്ഷിച്ച് ചെയ്യണം. പക്ഷെ ഞാനത് സൂക്ഷിച്ച് ചെയ്യാത്തതും കൊണ്ടും എനിക്ക് കുറച്ച് ഫാസ്റ്റ് ആയതും കൊണ്ടും എൻ്റെ ചോക്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോയി. അതാണ് എൻ്റെത് ആ ഷേപ്പ് കിട്ടഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ ബോട്ടിലിൻ്റെ ഷേപ്പ് അല്ലാതെ നമുക്ക് പുഡിംഗ് ട്രേ യൂസ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ലെയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാനും പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡിഷ്. ഇങ്ങനെ ബോട്ടിലിൻ്റെ ഷേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്താൽ മതി. പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു മൂസിൻ്റെ ലെയർ ചെയ്യുക, പിന്നെ അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുക്കുക, പിന്നെയും ഒരു മൂസിൻ്റെ ലെയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ജെല്ലി വെച്ച് കൊടുക്കുക, പിന്നെയും മൂസിൻ്റെ ലെയർ ചെയ്യുക. അങ്ങനെ കേക്കും ജെല്ലിയും എത്ര ഉണ്ടോ അത് തീർന്നത് വരെ നമ്മളതങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ലെയറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വരുത്താം, അതൊന്നും പ്രോബ്ലം ഇല്ല. സംഭവം നല്ല ടേസ്റ്റ് ഉള്ള കാരണമാണ് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്